ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. നമുക്ക് ഉപ്പുമാവ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നത് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് നമുക്ക് ഇതിനുള്ളിൽ ഫില്ലിംഗ് ആയിട്ട് സാൻഡ്വിച്ച് പോലെ കഴിക്കാം കേട്ടോ. ഏത് തരം ഫില്ലിംഗ് തയ്യാറാക്കിയാലും കുഴപ്പമില്ല. നമ്മൾ സമൂസ, കട്ട്ലേറ്റ് അങ്ങനത്തെ മസാല തയ്യാറാക്കില്ല, അതുപോലെ ഒരു മസാല തയ്യാറാക്കി നമുക്ക് നടുകൊന്ന് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ടിയിട്ട് വെച്ചിട്ട് ഒന്ന് ഫില്ലിങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ബട്ടർ ഗാർലിക് കേക്ക്സിൻ്റെ ഒരു ഫില്ലിങ്ങാണ് വെച്ചെടുക്കുന്നത്. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ഫില്ലിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആണെങ്കിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ ഒന്ന് കയറി കണ്ടോ കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇനി ഇവിടെ ഒരു ബൗളെടുത്തിട്ട് 2 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് കൂടുതൽ പുളിയില്ലാത്ത തൈര് കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിച്ചപ്പും എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ചപ്പ് കൂടി ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ദോശമാവിൻ്റെ ഒരു ബാറ്റർ ഇല്ല, അതുപോലെയാണ്, അത്രയും തിക്കായിട്ടാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. നമുക്ക് ഈ മാവ് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇനോ പറയും, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇനോ, നമുക്ക് അത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് മാവൊക്കെ പെട്ടെന്ന് പൊന്തി വരും. നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചുടുന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ നമുക്ക് മാവ് പെട്ടെന്ന് പൊന്തി കിട്ടും. അപ്പോൾ നിങ്ങളിതുവരെ ഇനോ ചേർത്തിട്ടില്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ പൊന്തി വരും. എന്നിട്ട് നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഈനോ ചേർത്തപ്പോൾ മാവ് കണ്ടോ പെട്ടെന്ന് പൊന്തി വരുന്നത്. നമുക്ക് ഈനോ കഴിക്കുന്നത് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത തോന്നുന്നു, കാരണം നമുക്കത് ദഹനത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്കിതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അടുത്താണ് എനിക്കിതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പരസ്യത്തിലും അതുപോലെ ഇത് ഫുഡായിട്ടല്ലാതെ നമുക്കിത് വെള്ളത്തിലൊക്കെ കലക്കി കുടിക്കുമെന്ന് തോന്നുന്നു. പണ്ട് കാലങ്ങളിൽ തന്നെ കണ്ടിരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ആവിയായിട്ട് എടുക്കട്ടോ. ഞാനിവിടെ ഒരു പാത്രത്തിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ടൊരു പാത്രം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ആവി കയറ്റുന്ന പാത്രത്തിൽ ഇത് കൊള്ളാത്തത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് ആവി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും അതുപോലെ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ നമുക്ക് അതിൽ ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് ഈ രീതിയിലായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് കറിയില്ലാതെ തന്നെ കഴിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടി സബ്സ്ക്രൈബും ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.